സുരേഷ് സാർ നമസ്കാരം. ഉത്തർപ്രദേശില് നമസ്കാരം. വളരെ വലിയ രീതിയിൽ യോഗി ആദിത്യനാഥിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും നടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും യോഗിയും നേർക്കുനേരാണെന്നുള്ള വാർത്തകൾ വരുന്നു, വേറൊരു ഭാഗത്ത് അങ്ങനെ ഇല്ല, RSS ഇതിനകത്ത് കളിക്കുകയാണെന്നുള്ള വാർത്തകൾ വരുന്നു. ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ BJP-യുടെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളായിട്ടുള്ള നിഷാദ് പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ, അപ്നാദൾ ഇവരെല്ലാവരും യോഗി ആദിത്യനാഥിനെതിരെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതേസമയം യോഗി പ്രബലനാണ് ഉത്തർപ്രദേശിൽ. യോഗിക്ക് 80% ആൾക്കാരുടെ പിന്തുണ ഉത്തർപ്രദേശിൽ ഉണ്ട് എന്ന തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉടനെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിന് BJP-ക്ക് അടിത്തറ പോലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ യോഗി അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഉത്തർപ്രദേശിൽ BJP താഴെ പോവുകയും അത് മോദിക്ക് ഭാവിയിൽ ഒരു ഭീഷണിയായിട്ട് വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗിയെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ യോഗിയെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ മോദിയെ മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും. യോഗിയെ ടാർഗറ്റ് ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെയാണ് നരേന്ദ്രമോദിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം രണ്ടുപേരും ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ആൾക്കാർ തന്നെയാണ്. സാറിന്റെ ടേക്ക് എന്താണ്? ഞാനും തന്നെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ബിക്കോസ് എനിക്കൊരു ഉം, സംശയം എവിടെയായിരുന്നു വന്നത് എന്താണ്, ഇപ്പൊ നമ്മുടെ പോപ്പുലാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ യോഗി ആദിത്യനാഥ് ഉം, UP-യിലുള്ള പോപ്പുലാരിറ്റി മോദിക്ക് ഭാരത ദേശത്തിൽ മൊത്തമുണ്ട്, ഒരു സംശയമില്ല. അതെ, അപ്പോ അതെ, ഈ പോപ്പുലാരിറ്റി കൂടി പോകുമ്പോഴും ഒരു പ്രോബ്ലം ആവും. അതാണ് ഈ ഇലക്ഷനിൽ നമ്മൾ ഉം, കണ്ടത്. തോറ്റപ്പോ മോദിയുടെ നേരെയായിരുന്നു. മോദിയുടെ കാരണമാണ് ഇത് നടന്നത്. മോദിയുടെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. 400 പാർ പറഞ്ഞ 400 പാർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ മോദിയെ ഉം, ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കണ്ടിട്ട് ഇതുവരെ മോദിയെ പറ്റി ഒരാൾ ഒരു കോമെന്റ് മിണ്ടാറില്ല. പക്ഷെ ആദ്യത്തെ ഓരോരോ കോമെന്റ് ഈ BJP ഈ NDA പാർട്ടികളിൽ നിന്ന് ചെറിയ ചെറിയ കോമെന്റുകൾ വന്നു തുടങ്ങി. അപ്പൊ ഉം, അതിന്റെ ഒരു ലബോറട്ടറി എക്സ്പെരിമെന്റ് ആണ് യോഗി ആദിത്യനാഥ്. യോഗി ഉം, ഉം, ആദിത്യനാഥ് നമുക്ക് എല്ലാവർക്കും അറിയാം. മോദിയുടെ ആഫ്റ്റർ മോദി ഹൂ നമ്മൾ എപ്പോഴും ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നിലും പറയാം അമിത്ഷാ, ഉം, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ്, അല്ലെങ്കിൽ ഒരു 20 ഉം, കൊല്ലം കഴിഞ്ഞാൽ ഒരു അണ്ണാമലൈ. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ഉം, വരാറുള്ളത്. ഈ ടാർഗറ്റ് ഉം, ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു വന്നതിന് അപ്പോൾ യോഗി ആദിത്യനാഥിന് ആരും ക്രെഡിറ്റ് കൊടുത്തില്ല. അതുപോലെ എല്ലാവരും പറഞ്ഞു അത് ഉം, മോദിയുടെ ഒരു ക്രെഡിറ്റ് ആയിരുന്നു, ഇതിന് ബാക്കി കക്ഷികൾക്കൊന്നും ഇതില്ല, മോദിയുടെ വിന്നായിരുന്നു. ഉം, ഈ പ്രാവശ്യം എലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ ടാർഗറ്റ് മോദി ആയിരുന്നില്ല, ടാർഗറ്റ് യോഗി ആദിത്യനാഥ് ആയിരുന്നു. ഇതാണ് അതെ, പ്രോബ്ലം. ബിക്കോസ് ജയിച്ചു കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന വിന്നർ ടേക്സ് ഇറ്റ് ഓൾ എന്ന് പറയാം. ആരും ചോദിക്കില്ല ജയിച്ചവനെ പറ്റി, തോറ്റവനെ ഉം, പറ്റി പറയുള്ളൂ. ഈ പ്രാവശ്യം ഉം, 400 കിട്ടിയില്ല, 300 272 കിട്ടിയില്ല. അപ്പോൾ ടാർഗറ്റ് ഉം, മോദിയായിരുന്നു. പക്ഷെ മോദിയുടെ നേരെ നീങ്ങിക്കഴിഞ്ഞാൽ മോദിക്ക് കളിക്കാൻ അറിയാം. മോദി അമിത്ഷാ അതെ, കൂട്ടുകെട്ടുണ്ട്. അവര് ശരിക്കും ഇവർ ആരായാലും അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. ശരിക്കും പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തന്നെയായിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ ഉം, ഉത്തർപ്രദേശിൽ കണ്ടുവരുന്നത് ആദ്യം കേശവ് പ്രസാദ് മൗര്യം, ഭൂപേന്ദ്ര ചൗധരിയൊക്കെ ഇവരുടെ BJP-യുടെ ഒരാൾ ഉപമുഖ്യമന്ത്രി, പിന്നെ ഒരാൾ അവിടുത്തെ പാർട്ടിയുടെ UP പാർട്ടിയുടെ ചീഫായിട്ടുള്ള ഭൂപേന്ദ്ര ചൗധരി, ഇവർ അതെ, രണ്ടുപേരും ഡൽഹി പോയിട്ട് ഞങ്ങൾ ഇതാ റിസൈൻ ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ ഇതാ ഉം, രാജിവെക്കുന്നു, ഞങ്ങൾക്ക് യോഗി ആദിത്യനാഥ് വേണ്ട, ഈ ഇലക്ഷൻ തോൽക്കാൻ കാരണം യോഗി ആദിത്യനാഥാണ്. ഉം, അത് BJP ലീഡർഷിപ്പ് അംഗീകരിച്ചില്ല. അംഗീകരിക്കാനുള്ള കാരണം തന്നെയാണ്. ബിക്കോസ് അവർക്ക് അറിയാം ഇതിന്റെ പിന്നിൽ എന്താണ് കളി എന്നുള്ളത്. ഇപ്പൊ ഈ നിഷാദ് പാർട്ടിയും രാഷ്ട്രീയ ലോക്ദളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ BJP-യുടെ ബാനർ വെച്ച് ജയിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. ഇവർക്ക് അവിടെ ഒരു 1 അതെ, സീറ്റ് 2 സീറ്റ് 1.5 സീറ്റ്, നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പാർട്ടികളുണ്ടല്ലോ അവിടെ കേരളത്തിൽ, അതുമാതിരിയാണ്. പക്ഷെ വർത്താനം പറയുമ്പോൾ വലിയ വലിയ വർത്താനം ഇവരൊക്കെ പറയുക. പക്ഷെ അതൊക്കെ ഉം, നമ്മൾ ഉം, ഉം, ഇഗ്നോർ ചെയ്യണം. അത് മോദിക്കും അറിയാം, യോഗി ആദിത്യനാഥിനും അറിയാം. ഉം, BJP-ക്ക് ഇപ്പൊ അവിടെ ഉത്തർപ്രദേശിൽ ഈ പറഞ്ഞ മാതിരി വരാൻ പോകുന്ന 10 അസംബ്ലി ഇലക്ഷൻ, ബൈ ഇലക്ഷൻ, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ജയിക്കണം. 5 6 ജയിച്ചു കഴിഞ്ഞാൽ അതെ, BJP-ക്ക് അവരൊരു സ്ഥലം, അവിടെ ഒരു സ്റ്റാൻഡിങ് ഉണ്ടാവില്ല. പക്ഷെ ഉം, അതിനേക്കാളും കൂടുതലായിട്ടുള്ള വരാൻ പോകണമെന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ UP-യിൽ, അതിന് 2 3 കൊല്ലം വരാൻ 2 കൊല്ലമുണ്ട്. ഉം, പക്ഷെ ആ ഇലക്ഷന് ആ യോഗി ആദിത്യനാഥ് ആയിരിക്കോ ഫേസ്, അല്ലെങ്കിൽ മോദി ആയിരിക്കോ പോസ്റ്റർ, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു കാര്യം ആലോചിക്കണം. മോദിയുടെ വാരണാസിയിലെ മെജോറിറ്റിയും ഈ പ്രാവശ്യം മെജോറിറ്റി കുറഞ്ഞു, പക്ഷെ വോട്ട് മോദിക്ക് അത്ര തന്നെ കിട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ മാറ്റം. ഇപ്പൊ വോട്ടിംഗ് അതെ, അക്രോസ് UP നടന്നതെല്ലാം നമുക്കറിയാം. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി ചേർന്ന് ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ ഇലക്ഷൻ കോntest ചെയ്തത്. ഈ ഉം, പ്രാവശ്യം BJP-ക്ക് അവരുടെ സഖ്യകക്ഷിയിലായിരുന്ന അപ്നാദൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ RLD, നിഷാദ് ഉം, പാർട്ടി, ഇവരുടെ സൈഡിൽ നിന്നൊന്നും ഒരു വോട്ടും BJP-ക്ക് അധികം കിട്ടിയിട്ടില്ല. 2 3 ഉം, ശതമാനം കിട്ടിയിട്ടില്ല, അത്രയും.
ഇപ്പൊ ബി ജെ പിയുടെ ഒരു ഓൺ സ്ട്രെങ്ത്തിൽ ഒരു കോൺടെസ്റ്റ് ചെയ്ത ഇലക്ഷനാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഉണ്ടായിരുന്ന ചില എം പിമാരുടെ നേരെ നല്ല സ്ട്രോങ് ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. ഇവരുടെ ആരഗൻസും, ഞാൻ തന്നെയാണ് രാജാവ്, അവിടുത്തെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാതിരി ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള അവിടുത്തെ എം എൽ എമാർക്കും എം പിമാർക്കും തോന്നും. ഇപ്പൊ യു പിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ABC മലയാളത്തിൽ പറഞ്ഞിരുന്നു ഇതേ ടോപ്പിക്കിൽ. യു പിയിലെ പ്രോബ്ലം എന്താണെന്ന്, അവിടെ പണ്ട് തൊട്ട് എം എൽ എമാർക്കാണ് എല്ലാ പിടിയും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഗുണ്ട എം പിമാരൊക്കെ ഉണ്ട്, കുറെ പേര് എം എൽ എമാരുണ്ട്, ബാഹുബലികളുണ്ട് അവിടുത്തെ. അവരുടെ കയ്യിലാണ് എപ്പോഴും പവർ ഉണ്ടാവുക. പോലീസ് വരെ ട്രാൻസ്ഫർ ചെയ്യുക, മജിസ്ട്രേറ്റ് വരെ ട്രാൻസ്ഫർ ചെയ്യുക, ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് കളക്ടർ മജിസ്ട്രേറ്റ് അവരാണല്ലോ. അങ്ങനത്തെ ട്രാൻസ്ഫർ ഇവരുടെ കയ്യിലാണ് ഉണ്ടാവുക. അത് കോടിക്കണക്കിന് ഉറുപ്പിയുടെ കൈമാറ്റം ഉണ്ടാവുമായിരുന്നു. അത് യോഗി ആദിത്യനാഥ് വന്നപ്പോൾ തൊട്ട് ആ കട അടച്ചുപൂട്ടി. ഇനി വേണ്ട, ഇതെല്ലാം പവർ എന്റെ കയ്യിലായിരിക്കുന്നു. അതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ ദേഷ്യം. രണ്ടാമത്തെ തന്നെ അവിടുത്തെ ഓരോ കോൺട്രാക്ട്. ഇപ്പൊ നമ്മള് ബീഹാറില് പാലങ്ങൾ പൊളിഞ്ഞു വീണ് കേട്ടു, പക്ഷെ യു പിയിൽ പാലങ്ങൾ പൊളിഞ്ഞു വീണ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന് കാരണം അതാണ്, ബിക്കോസ് ഈ സ്ട്രിക്റ്റ് കൺട്രോൾ, എസ്പെഷ്യലി ലോ ആൻഡ് ഓർഡർ. നമുക്കറിയാം യു പിയിൽ പണ്ട് 6 മണി കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റിയ ആ കണ്ടീഷനായിരുന്നു. ഇപ്പൊ കണ്ടു, ഇപ്പൊ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഏത് സമയം വേണമെങ്കിൽ പുറത്തിറങ്ങി നടക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒന്നിനും എൻകൗണ്ടർ ചെയ്യും, അല്ലെങ്കിൽ അവന്റെ വീട് ബുൾഡോസർ കൊണ്ട് അടിച്ചു തകർക്കും. ഇതാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ സ്റ്റേറ്റും പഠിച്ചു അത്. മധ്യപ്രദേശും പഠിച്ചു, ഉത്തരാഖണ്ഡും പഠിച്ചു, രാജസ്ഥാനിൽ ഇന്നലെ നടന്നു അതേമാതിരി ഒരു ഡെമോളിഷൻ. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉത്തർപ്രദേശിലെ ലോ ആൻഡ് ഓർഡർ. അത് യോഗി ആദിത്യനാഥ് ശരിക്കും ആക്കിക്കൊടുക്കുന്നത്. അവിടെ കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണെന്ന് വെച്ചോളൂ, നല്ല കാശുള്ള ആളാണ്, അവനെ തട്ടിക്കൊണ്ടുപോയി അവന്റെ ഫാമിലിയുടെ 5-10 കോടി അവർ റാൻസം ആയിട്ട് വാങ്ങിച്ചെടുക്കും. ഇത് ടിപ്പിക്കൽ നമ്മുടെ മലയാള സിനിമയിൽ പറഞ്ഞ രാംജി റാവ് സ്പീക്കിംഗ് കണ്ടിട്ട് അവിടെ തുടങ്ങണതാണ് അത്. പക്ഷെ ഈ പറഞ്ഞ ഈ ബിസിനസ് എല്ലാം യോഗി ആദിത്യനാഥ് വന്നപ്പോൾ തൊട്ട് നിർത്തിവെച്ചു. പോലീസിനാണ് അധികാരം കൊടുത്തത്. എല്ലാ പോലീസ് SPസിന്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ ഒരു റേപ്പോ അല്ലെങ്കിൽ ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരിക്കും. ഇതായിരുന്നു പറഞ്ഞത്. സോ നമ്മൾ ഇപ്പോൾ നോക്കേണ്ടതാണ് ഈ ബി ജെ പിയുടെ ഉള്ളിലൊരു കളിയുണ്ട് ഇതിൽ. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം BJPയുടെ 35 MP മാറ്റാൻ പറഞ്ഞ് യോഗി ആദിത്യനാഥ് ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷെ കഷ്ടകാലത്തിന് BJP സെൻട്രൽ ലീഡർഷിപ്പ്, പാർട്ടിയുടെ ഏറ്റവും എന്താ പറയുക സമ്പന്നമായിട്ടുള്ള ഒരു ടോപ്പ് മോസ്റ്റ് ബോഡി, അവരത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു പറ്റില്ല, ഈ MP മാറ്റാൻ പറ്റില്ല, പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല. അതേ 35 സീറ്റിലാണ് BJP തോറ്റത് ഈ പ്രാവശ്യം. അപ്പൊ ആലോചിച്ചു, ആ യോഗി ആദിത്യനാഥിന്റെ ഒരു ലിസ്റ്റ് ഇവർ BJP ലീഡർഷിപ്പ് എടുത്തിരുന്നെങ്കിൽ BJPക്ക് ഡെഫിനറ്റ് ആയിട്ട് ആ 35 അല്ലെങ്കിൽ ഒരു 20 സീറ്റെങ്കിലും ജയിക്കായിരുന്നു ഉത്തർപ്രദേശിൽ. 36 സീറ്റ് കിട്ടിയ ഈ പ്രാവശ്യം 56 സീറ്റെങ്കിലും കിട്ടിയാൻ, 60 എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഫിഗർ എത്തിയാൻ. പക്ഷെ ഈ പറഞ്ഞ മാതിരി യോഗി ആദിത്യനാഥ് ഒരു അബ്സല്യൂട്ട് ഡിക്റ്റേറ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടി കിടന്ന് കളിക്കാൻ അവിടെ കിടന്നത്. ബിക്കോസ് അതേ വാക്കാണ് മോദിയുടെ നേരം ഉപയോഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മാതിരിയുള്ള ആൾക്കാർ. ഡിക്റ്റേറ്റർ ആണ്, മോദിയെ മാറ്റിയേ പറ്റൂ. മോദി പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നിതിൻ ഗഡ്കരി വന്നാലും കുഴപ്പമില്ല, പക്ഷെ മോദി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് ഇതിൽ ഈ ലൈൻ ഓഫ് ഫയർ എന്ന് പറയും ഇംഗ്ലീഷിൽ, ഫസ്റ്റ് ടാർഗറ്റ് ലൈൻ ഓഫ് ഫയറിലുള്ളത് യോഗി ആദിത്യനാഥാണ്. ആ യോഗി ആദിത്യനാഥിനെ എങ്ങാനും ഇവരെ കൊണ്ട് ഇറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് പറ്റില്ല, അത് വേറെ കാര്യം, പറ്റിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അവര് നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പോണ ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് മോദിയുടെ നേരെ നടക്കും. അതാണ് അവരൊരു ഒരു സ്ട്രാറ്റജി. പക്ഷെ ഈ പറഞ്ഞ മാതിരി മോദി ആയാലും അമിത്ഷാ ആയാലും ഇവരെക്കാട്ടിലും വലിയ ആൾക്കാരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഒന്നുമില്ല. ഇതൊരു T20 കളിക്കുന്ന മാതിരിയാണ്, വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ, മോദി അമിത്ഷാ ഒക്കെ. അപ്പൊ അത് അവിടെ വിടുക, സൈഡിൽ വിട്ടിട്ട് യോഗി ആദിത്യനാഥിനെ കുറച്ച് പവർ. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് UPയിൽ വന്നേക്കുന്നത്, ഓർഗനൈസേഷനും ഗവൺമെന്റും തമ്മിൽ ഒരു ഡിസ്കണക്ട് ഉണ്ട്. അവിടുത്തെ BJP ലീഡർഷിപ്പ് എന്താ പറയുന്നത്, ഞങ്ങൾക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് കുറച്ച് പവർ തരണം. അവിടെ അതിലാണ് കാശ് മുഴുവൻ. കോൺട്രാക്ട് കൊടുക്കുക, അത് ടെൻഡർ വിളിക്കുന്നത്, ഇതൊക്കെ അവിടുത്തെ MLA MP കയ്യിലായിരുന്നു. അത് യോഗി ഞാൻ പറഞ്ഞ മാതിരി മുമ്പ് പറഞ്ഞ മാതിരി വന്നപ്പോൾ ആ കട അടച്ചുപൂട്ടിയത്, അത് അവർക്ക് തിരിച്ചു കിട്ടണം. അത് BJP സെൻട്രൽ ലീഡർഷിപ്പ് ആ ഒരു പവർ അവർക്ക് കൊടുക്കുമോ ഇല്ലെന്ന് കണ്ടറിയണം. ബിക്കോസ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഴിമതിയായിരിക്കും അവിടെ. അത് നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അത് എവിടെ മാത്രമല്ല, ഏത് സ്റ്റേറ്റിലായാലും, മണൽവാരലായാലും, മികച്ച വേറെ പരിപാടികളായാലും എല്ലാം ഈ കറപ്ഷൻ തുടങ്ങുന്നത് MP MLA ഈ കോൺട്രാക്ട്. ഇപ്പൊ ഞങ്ങൾ തെലങ്കാന എടുത്തോളാം, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. തെലങ്കാനയില് എവിടുത്തെ എല്ലാ MP മിക്ക ഒരു 50-60% MLA കോൺട്രാക്ടേഴ്സ് ആണ്. അവരവിടെ നിന്നാണ് കയറി വന്നത്. അപ്പൊ എങ്ങനെയാന്ന് ഒരു ബ്രിഡ്ജ് പണിയുക, ഒരു 20 കിലോമീറ്റർ റെയിൽവേ ലൈൻ ഇടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ നാഷണൽ ഹൈവേയിൽ കയറി കളിക്കുക. ഇത് മൊത്തം ഉള്ളത് അവിടുത്തെ MP MLA കയ്യിലാണ്.
അതേ സ്ട്രാറ്റജിയാണ് അവർ യു പിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതിനു മുമ്പ് അതായിരുന്നല്ലോ. മുലായം സിംഗ് ഉള്ളപ്പോഴും അഖിലേഷ് ഉള്ളപ്പോഴും അതിനു മുമ്പ് ഈവൻ കല്യാൺ സിംഗ് ഉള്ളപ്പോഴും അവിടെ അഴിമതി എന്ന യു പി ഫേമസ് ആയിരുന്നു. എക്സാമിൽ കോപ്പി അടിക്കുക തൊട്ട് ബാക്കി എല്ലാ കലാപരിപാടികളും അവിടെ ഉണ്ടായിരുന്നു. അത് യോഗി വന്നപ്പോൾ തൊട്ട് നിർത്തി. അതാണ് അവിടുത്തെ മെയിൻ പ്രോബ്ലം. ഈ കേശവ് പ്രസാദ് മൗര്യയാണ് ഏറ്റവും അധികം അവിടെ യോഗി ആദിത്യനാഥിനെ മാറ്റണം എന്നുള്ളതിന് ഏറ്റവും അധികം നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേശവ് പ്രസാദ് മൗര്യ നമുക്കറിയാം ഉപമുഖ്യമന്ത്രിയാണ് അവിടുത്തെ. പോരാത്തതിന് പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ ലോജിക്കലായിട്ടാണ് അത് പറയുന്നത് എന്നുള്ളതാണ്. പുള്ളി പറയുന്നത് ഞാനൊരു OBC കാരനാണ്, ഇത്തവണ OBC വോട്ടുകൾ മുഴുവൻ അഖിലേഷ് യാദവിന്റെ കയ്യിലാണ്. OBC വോട്ടുകൾ മാത്രമല്ല, കുറച്ച് യാദവ് വോട്ടുകളും ദളിത് വോട്ടുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഞാൻ കേന്ദ്ര നേതൃത്വത്തോട് ഇദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകനായിട്ട് മാറി നിൽക്കാം, ഞാൻ ഈ പദവി ഒഴിയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു നാടകം പുള്ളി ഇറക്കിയിട്ടുണ്ട് യോഗിയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കേന്ദ്രം അതിന് ചെവി കൊടുത്തിട്ടില്ല എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇത് 2019 ഇതേ കേശവ് പ്രസാദ് മൗര്യ മുഖ്യമന്ത്രിയാവുന്ന ഓൾമോസ്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. രാജ്ഭവനെ അറിയിച്ചു, സത്യപ്രതിജ്ഞയ്ക്ക് പേര് ഇൻവിറ്റേഷൻ അടിച്ചു തുടങ്ങി. എല്ലാവരും 17 അല്ല, അത് 17 സോറി, അസംബ്ലി ഇലക്ഷൻ നടന്ന 17 കറക്റ്റ്. അപ്പൊ എല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ആവാൻ പോണത്. പക്ഷെ അന്ന് BJP ലീഡർഷിപ്പ് ഡിസൈഡ് ചെയ്ത ഇല്ല, ഇങ്ങനെ മുഖ്യമന്ത്രി ആവില്ല, അവിടെ യോഗി ആദിത്യനാഥ് തന്നെ ആവണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്താണ്. അത് കേശവ് പ്രസാദ് മൗര്യക്ക് ഒരു വലിയൊരു തിരിച്ചടിയായിരുന്നു. ശരിയാണ്, OBC ആണ്, അത് വെച്ചിട്ട് എന്ത് പറ്റും? നാളെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താ വോട്ടുകളെല്ലാം ഇങ്ങനെ BJP സൈഡിലേക്ക് വരും? ഇല്ല. അവിടുത്തെ ഓരോ സീറ്റിൽ വെച്ചായിരുന്നു കളി. നമുക്കറിയാം, അയോധ്യ തൊട്ട് ഫൈസാബാദ് തൊട്ട് വാരണാസി വരെ ഓരോ സീറ്റിലും, ഈവൻ അമേഠി, സ്മൃതി ഇറാനി എത്ര നല്ല പണി അവിടെ അമേഠിയിൽ ചെയ്തിട്ടും സ്മൃതി ഇറാനി തോറ്റു. തോൽക്കാൻ കാരണം എന്താണ്? അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ദാറ്റ് അവിടുത്തെ കാസ്റ്റ് പൊളിറ്റിക്സ്, അവിടെ യാദവ് ദളിത്, അവർ പറയും ഈ മുലായം സിംഗിന്റെ പാർട്ടിയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, മുസ്ലിം വോട്ട് ബാങ്ക്. അതെല്ലാവരും മറന്നു പോയത്. അവരൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു മുസ്ലിം വോട്ട് ബാങ്കിന്. ഇപ്പൊ ഇങ്ങേര് OBC വന്ന്, ഇപ്പൊ മോദി OBC അല്ലേ, അങ്ങനെയാണ് മോദിക്ക് വേണ്ടല്ല ലോക്സഭയ്ക്ക് എല്ലാവരും വോട്ട് ചെയ്തത്. കേശവ് പ്രസാദ് മൗര്യക്ക് വേണ്ട അല്ല വോട്ട് ചെയ്യണത്. അപ്പൊ ഒരു ലോക്സഭ വരുമ്പോ എപ്പോഴും മോദിയുടെ ഫോട്ടോ, മോദിയാണ് ബാനറിൽ ഉണ്ടാവുക. നമ്മൾ തൃശ്ശൂര് കണ്ടു, നമ്മള് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ കണ്ടു. അത് മോദി വരും, മോദി റാലി നടത്തും, മോദിയുടെ പിക്ചർ ഉണ്ടാവും. അതാണ് ലോക്സഭയ്ക്ക്. അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അത് മാറും. അവിടുത്തെ മുഖ്യമന്ത്രി ആരായിരിക്കും? ഇപ്പൊ മധ്യപ്രദേശിൽ കണ്ട മാതിരി അന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ മുമ്പിൽ കയറി നിന്ന് കളിച്ച ഇലക്ഷൻ, പക്ഷെ അങ്ങനെ മുഖ്യമന്ത്രി ആയില്ല. ഈ കേശവ് പ്രസാദ് മൗര്യ എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഈ മുഖ്യമന്ത്രി പിന്നെ ആവണം എന്നൊരു നല്ല ആഗ്രഹമുണ്ട്. അത് ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. ഏത് പൊളിറ്റീഷ്യൻ ആയാലും എനിക്ക് മുഖ്യമന്ത്രി ആവണം, അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി ആവണം എന്നൊക്കെയാണ് നമ്മുടെ അവിടെ എല്ലാ സ്ഥലത്തും ഉള്ളത്, കേരളത്തിലുള്ളതാണ്. പക്ഷെ അത് നടക്കുന്നില്ല. അതൊരു എന്താ പറയുക, കേശവ് പ്രസാദ് മൗര്യയുടെ ഒരു അൺഫുൾഫിൽഡ് ഡ്രീം എന്ന് പറയും ഇംഗ്ലീഷിൽ. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയി കിട്ടിയാൽ മതി എനിക്ക്, പിന്നെ എന്റെ രാജ്യം അവിടെ നടക്കും എന്നുള്ളതാണ്. പക്ഷെ അത് BJP സാധിച്ചു കൊടുക്കില്ല. BJPയിൽ എപ്പോഴും കാര്യകർത്തയായിട്ട് തന്നെ നിൽക്കും. അവര് കയറി കോൺഗ്രസിനെ മാതിരി കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ BJP അവരെ പിടിച്ച് പുറത്തേക്കാക്കും. അത് സംശയം വേണ്ട. വലിയ വലിയ ആൾക്കാരെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ഒന്നുമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ശങ്കർ സിംഗ് വഗേല ഗുജറാത്തില് അത്ര വലിയ ലീഡറായിരുന്നു. മോദിയുടെ കൂടെയുള്ള മോദിയുടെ ആൾട്ടർ ഈഗോ എന്ന് പറയും, കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്താ പറയാ, ഒരു പാർട്ട്ണറായിരുന്നു മോദിയുടെ ഇൻ ക്രൈം. പക്ഷെ അങ്ങേരെയും വല്ലാണ്ട് സ്റ്റൈൽ കാണിച്ചു കൊടുത്ത് BJP പിടിച്ച് പുറത്തേക്കാക്കി. അങ്ങനെ കുറെ എക്സാമ്പിൾ ഉണ്ട്, പറഞ്ഞു വന്ന നമ്മൾ കുറെ പറയാം അങ്ങനെ. പക്ഷെ BJPയിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഈ ലോക്സഭ ഇലക്ഷന്റെ റിസൾട്ടാണ് മെയിൻ. UPയിലെങ്ങാൻ BJP 60 സീറ്റ് ജയിച്ചെങ്കിൽ ഇതേ കേശവ് പ്രസാദ് മൗര്യ വായടച്ച് മിണ്ടാണ്ട് വീട്ടിലിരുന്നേ. ആ ഇലക്ഷൻ തോറ്റത് യോഗിയുടെ തലയിൽ കൊണ്ടുവന്നിടാണെന്ന് നോക്കണം. പക്ഷെ അത് അമിത്ഷാനും അറിയാം, മോദിക്കും അറിയാം. ബിക്കോസ് ഈ രണ്ട് പാർട്ടികളും മോദി അമിത്ഷാ ഒരാഴ്ച മുമ്പ് പോയി കണ്ടിരുന്നു. ഞങ്ങൾ രാജിവെക്കുന്നത്. അപ്പോൾ ശരി ചെയ്തോളാൻ പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളാം. രണ്ടുപേരും ചെയ്തില്ല, രണ്ടുപേരും മിണ്ടാണ്ട് തിരിച്ചു പോയി. അവർക്കറിയാം പാർട്ടി ഈസ് ബിഗർ ദാൻ ദ ഇൻഡിവിജ്വൽ എന്ന് പറയും. അതാണ് BJPയിലെ ഏറ്റവും വലിയൊരു ഡിഫറൻസ്. കോൺഗ്രസിലുള്ള മാതിരി ഒരു ഫാമിലി കൾച്ചർ അല്ല ഇവിടെയുള്ളത്, കാഡർ ബേസ്ഡ് കൾച്ചർ. ഇതില് വേറൊരു കാര്യം പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, ഈ യോഗിയെ പോലുള്ള ഈ പ്രതിപക്ഷം ആരോപിക്കുന്നതാണ് കേട്ടോ. ഇത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് BJPക്ക് അകത്തുള്ള ആൾക്കാർ തന്നെ യോഗി ആദിത്യനാഥിനെ പഴി പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പ്രതിപക്ഷം ഈ കാര്യങ്ങൾ സാധാരണയായിട്ട് BJPക്ക് അകത്തൊരു ആഭ്യന്തര കലാപം ഉടലെടുക്കുമ്പോൾ പ്രതിപക്ഷം അത് മുതലെടുക്കാനായിട്ട് വളരെ ഗംഭീരമായിട്ട് ശ്രമിക്കുമല്ലോ. പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ, പല ആൾക്കാരും പറയുന്നത് യോഗിയെ പോലുള്ള രണ്ടാം നിര, ഇപ്പൊ അവർ വലിയ യോഗി സ്നേഹികളാണ്,
നേരത്തെ അവർ യോഗി ആദിത്യനാഥിനെ ബുൾഡോസർ ബാബ എന്നാണ് വിളിച്ചിരുന്നത്. യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ സന്യാസിയാണ്, സന്യാസിക്ക് ഇവിടെ ഭരണത്തിൽ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ പറയുന്നത് യോഗി ആദിത്യനാഥ് പറയുന്നതാണ് ശരി. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ളവർ രണ്ടാം നിര നേതാക്കളെ വളരാനായിട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് യോഗിയെ പോലെയുള്ളവർ പരസ്യമായി നരേന്ദ്രമോദിക്കെതിരെ വാളെടുക്കുന്നത് എന്നാണ് ഇപ്പൊ പ്രതിപക്ഷത്തുള്ള പല ആൾക്കാരും നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള പല മാധ്യമ പ്രവർത്തകരും വച്ചിരിക്കുന്നത്. ഇതാണ് എപ്പോഴും ഉള്ളതാണ്. അപ്പൊ മോദിയാണ് മെയിൻ ടാർഗറ്റ്, അത് നമ്മൾ മറക്കരുത്. അതെ. നമ്മുടെ അവിടുത്തെ 8 മണിയുടെ ഡിബേറ്റ് ഏത് ചാനൽ രാത്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോ എല്ലാ ചാനലും നോക്കാറുണ്ട്, ഒരു ചാനൽ വിട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചാനലുകളിലും മോദിയെ എങ്ങനെ തെറി വിളിക്കുക. ഓക്കെ, അവിടെ അർജുന്റെ ലോറി കാണാതായത് മോദിയുടെ തെറ്റാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്ന അതും മോദിയുടെ തെറ്റാണ്, രാം ജന്മഭൂമി അമ്പലത്തിന്റെ ലീക്ക് ആയി കഴിഞ്ഞാൽ അത് മോദിയുടെ തലയിൽ വരും, ഏതോ റെയിൽവേ സ്റ്റേഷനിലെ റൂഫ് ലീക്ക് അത് മോദിയുടെ ഇതാണ്, എല്ലാം മോദിയാണ്. ആർക്കെങ്കിലും പനി പിടിച്ചു. അതെ, അതുകൊണ്ടായിരിക്കും എല്ലാം. ഇപ്പൊ ഒരു കാക്ക കറണ്ടടിച്ച് ചെത്താൽ പോലും നരേന്ദ്രമോദിയെ തെറി പറയുന്നത് കൊണ്ടായിരിക്കും മോദി പറയുന്നത് എങ്കിൽ ഞാനിത് ഏറ്റോളാം, ഞാൻ ഗ്യാരണ്ടി നിന്നോളാം എന്ന് പറഞ്ഞായിരിക്കും മോദിയുടെ ഗ്യാരണ്ടിയിൽ മോദി പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവർ ടാർഗറ്റ്. ബിക്കോസ് ഇവര് ഈ പറഞ്ഞ മാതിരി നിതിൻ ഗഡ്കരി വന്നാലും കുഴപ്പമില്ല, പക്ഷെ മോദി പാടില്ല. നിതിൻ ഗഡ്കരി RSSന്റെ ആളാണെന്നുള്ള അതും കുഴപ്പമില്ല, RSS ആയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ മോദി പാടില്ല. അതാണ് ഇവരുടെ ടാർഗറ്റ്. അപ്പൊ അതേ എക്സാമ്പിൾ, അതിന്റെ ഒരു പാരലൽ ആണ് യോഗി ആദിത്യനാഥ്. ഒരു ഫാമിലി കണക്ഷൻ ഇല്ലാത്ത ആള്, ഒരു സന്യാസി വേഷത്തിൽ നടക്കുന്ന ആള്. പക്ഷെ ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, നമ്മളെല്ലാവരും 5 പ്രാവശ്യം MP ആയിരുന്നു. 25 വയസ്സില് ലോക്സഭയിൽ കയറിയ ആളാണ് യോഗി ആദിത്യനാഥ്. ഇവരുടെ മാതിരി ചെറിയ കളിയല്ല കളിച്ചേക്കുന്നത്. 5 ടേം MP എന്ന് പറഞ്ഞ ഒരു തമാശയല്ല ഗോരഖ്പൂർ. ഇങ്ങനെ മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് MLA മോൾക്കായിരുന്നില്ല, എന്നിട്ടും MLA ആയിട്ട് കോൺടെസ്റ്റ് ചെയ്ത് ജയിച്ച ആളാണ്. പക്ഷെ ഈ ഓപ്പോസിഷന്റെ, എസ്പെഷ്യലി കോൺഗ്രസ്സുകാരെ, ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ സ്നേഹം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ഫാഷനാണ്, ഓരോ സമയത്ത് ഓരോ ആൾക്കാരാണ് ഫേവറേറ്റ്. മോദി ആയിക്കഴിഞ്ഞാൽ അപ്പൊ പറയും മോദി വേണ്ട, നമുക്ക് അമിത്ഷാ ആയാലും കുഴപ്പമില്ല. പിന്നെ അമിത്ഷാ വരുമ്പോൾ ഈ അമിത്ഷാ അല്ലല്ലോ, നമുക്ക് വേറെ ആരെങ്കിലും ഒന്ന് നോക്കണം. ഇവരുടെ ഐഡിയ എന്താണെന്ന്, സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സ്, നല്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നേതാക്കന്മാരെ എങ്ങനെയെങ്കിലും ഇവര് മാറ്റണം. അതൊരു യോഗി ആദിത്യനാഥ് അതിന്റെ ഒരു എക്സാമ്പിൾ. അയാൾ ആര് പറയും, ഇപ്പൊ ഇന്ന് വരെ ഞാൻ ചോദിക്കട്ടെ, യോഗി ആദിത്യനാഥ് നേരെ ഒരു അഴിമതി കേസുണ്ടോ? ഇല്ല, ഒറ്റ അഴിമതി കേസില്ല. മോദിയുടെ നേരുണ്ടോ? ഇല്ല. ഇതാണ് ഇവരുടെ പ്രോബ്ലം. നിതിൻ ഗഡ്കരി കൊണ്ടു കഴിഞ്ഞാൽ പറയോ ഹൈവേയിൽ അങ്ങേര് കാശുണ്ടാക്കി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന അതിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിടും. ഇതാണ് ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. സോ യോഗിയെ ടാർഗറ്റ് ചെയ്യുന്നതാണ് തുടക്കം നമ്മൾ ഡിബേറ്റിൽ പറഞ്ഞ മാതിരി. യോഗിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എങ്ങാനും ഇത് നടന്നു കഴിഞ്ഞാൽ, നടക്കില്ല, പക്ഷെ നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് മോദി ഒന്ന് ഇറക്കണം, അങ്ങേര് കയറിക്കുന്ന കുതിരയുടെ മുകളിൽ നിന്ന് അങ്ങേരെ ചോട്ടിലേക്ക് ഇറക്കണം. അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. അതുപോലെ തന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഞാൻ സാർ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതുകൂടെ ചോദിക്കാം. അതായത് നമ്മുടെ ഫൈസാബാദിലാണല്ലോ അയോധ്യ ഉള്ളത്. അയോധ്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയതിനു പിന്നാലെ BJPക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടി. ശ്രീരാമൻ പോലും BJP കൈവിട്ടു എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു നറേഷൻ എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ നമ്മുടെ VK സിംഗിന് ഫൈസാബാദിൽ സീറ്റ് കൊടുത്തില്ല, അതുകൊണ്ടാണ് അയോധ്യ കയ്യിൽ നിന്ന് പോയത്, ഫൈസാബാദ് കയ്യിൽ നിന്ന് പോയത്. VK സിംഗിന് അവിടെ സീറ്റ് കൊടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പുള്ളിക്ക് 5 ലക്ഷം ഭൂരിപക്ഷം ഉണ്ട്. അതേസമയം വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് 5 ലക്ഷം ഭൂരിപക്ഷം ഇല്ല. മോദിയെക്കാട്ടിലും ഭൂരിപക്ഷം കൂടുന്ന ഒരാൾ അവിടെ വരാനായിട്ട് പാടില്ല എന്നുള്ളത് കൊണ്ട് മോദി ഡയറക്റ്റ് ആയിട്ട് തഴഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവര്. ഭയങ്കര ഒരു കോൺസ്പിറസി തിയറീസ് ആണ് അവർ അടിച്ചിറക്കുന്നതെന്ന് പറയുന്നത്. യാതൊരു അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത എന്ന് പറയുന്നത്. ഇവർക്ക് VK സിംഗ് എവിടുന്ന കോൺടെസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞൂടാതുകൊണ്ട്, അത് ഗാസിയാബാദ് ആയിരുന്നു, ഫൈസാബാദ് ആയിരുന്നില്ല. അതാണ് അതെന്നെ ഒരു ഇതാണ്. ബിക്കോസ് ഗാസിയാബാദില് ശരിയാണ് VK സിംഗിന് ടിക്കറ്റ് കൊടുക്കാത്ത കാരണങ്ങൾ കുറെ ഉണ്ട്. ഇപ്പൊ ഡൽഹിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ 7 സീറ്റിൽ 6 എണ്ണത്തിലും MP മാറ്റിയവർ, 6 എണ്ണത്തിലും മാറ്റി. മനോജ് തിവാരി മാത്രമായിരുന്നു ഒരു റിട്ടൈനിങ് MP ആയിരുന്നു. പക്ഷെ BJP എല്ലാം ജയിച്ചില്ല അവിടെ. അപ്പൊ അതേ ഒരു പാരലൽ നമുക്ക് എടുക്കാമല്ലോ. ആദ്യമായിട്ട് അന്ന് നമ്മൾ കണ്ടു, ഒരു ബൈ ഇലക്ഷൻ നടന്നപ്പോ ബദ്രീനാഥില് BJP തോറ്റു. അത് BJPയുടെ സീറ്റ് തന്നെ ആയിരുന്നില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞത് ബംഗാളിൽ ഇന്ത്യ സഖ്യം മുന്നേറി 4 സീറ്റ് ജയിച്ചു. ബംഗാളിൽ 4 സീറ്റിലും CPM ഇവരുടെ നേരെ കോൺടെസ്റ്റ് ചെയ്തു, TMCയുടെ നേരെ. അപ്പൊ എങ്ങനെ ഇന്ത്യ സഖ്യമാവാം? ഇവരുടെ ലോജിക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ മോദി പോപ്പുലർ ആവാൻ പാടില്ല. ഞാൻ 2014 വാരണാസിയിൽ മോദി അന്ന് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് അവിടുന്ന് കോൺടെസ്റ്റ് ചെയ്തു. 1 മാസം ഞാൻ വാരണാസിയിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ഇലക്ഷന്റെ ഒരു അനാലിസിസ് ചെയ്യാനും ഒരു സോഷ്യൽ മീഡിയ കവറേജ് ചെയ്യാനൊക്കെ ഞാൻ അവിടെ പോയിരുന്നു.
അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് മോദിക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു പോപ്പുലാരിറ്റി. മോദി അന്ന് പറഞ്ഞിരുന്നത്, നിങ്ങൾ ഈ പാൻ കഴിച്ച് നോട്ട് തുപ്പാണ്ടിരിക്കുക, ഞാൻ ഈ നഗരം നേരേക്ക് എടുക്കാം. ഇന്നിപ്പോ വാരണാസിയിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു മാറ്റം അതാണ് യു പിയിൽ കാണുന്ന ഒരു മാറ്റം. മീററ്റ് എക്സ്പ്രസ്, യമുന എക്സ്പ്രസ് ഹൈവേ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെവലപ്മെന്റ് എന്ന്. പണ്ട് ഞാൻ പറയാം, ഓർമ്മയുണ്ട് 2014 18 മണിക്കൂറായിരുന്നു പവർ കട്ട് യു പിയിൽ. 18 മണിക്കൂർ. എൻ്റെ ഒരു ഫ്രണ്ട് ഗ്ലാസ് ഫാക്ടറി ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ അതാണ് വലിയൊരു വിഷമം. ഹേയ്, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലോ, യു പി പിടിക്കണം എങ്ങനെയെങ്കിലും. കാശാണ് യു പിയിൽ ഏറ്റവും വലുത്. അതാണ് ഇവരുടെ ഒരു വിഷമമുണ്ട്. ഇവർ ശരിക്കും സങ്കടം തോന്നി ഇവരെ കാര്യം കാണുമ്പോൾ. അഖിലേഷ് യാദവ് ആയാലും രാഹുൽ ഗാന്ധി ആയാലും ആരായാലും പാവം, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാഷായി വേഷട്ട് നടക്കുന്ന ആളൊരു സന്യാസിയെ, അയാള് പോയി 45,000, 50,000, 1 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊണ്ടിരുന്നു. ഫോറിൻ കമ്പനികളായിട്ട് വർത്താനം പറഞ്ഞ് അവരെ ഡീൽ ചെയ്തിട്ട് അവരായിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. നമ്മളവിടെ ഒരു വിഴിഞ്ഞം കിട്ടിയിട്ട് നമുക്ക് ഒരു റിബൺ കട്ടിങ്ങിന് വേണ്ടിയിട്ട് അടിയോട് അടി അവിടെ. അതാണ് അതിന്റെ തമാശ. ഈ അവസാനമായിട്ടൊരു ചോദ്യം, ഈ വരുന്ന 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരിക്കും BJP-യുടെ ഒരു പെർഫോമൻസ് സാർ വിലയിരുത്തുന്നത്? BJP ആ 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് അത് വരുന്നതിൽ BJP അവിടെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? യോഗി ആദിത്യനാഥിന്റെ ഒരു പവർ അവിടെ കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം BJP-ക്ക് നിർണായകമാണ് ഈ 10 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. 10 BJP ജയിക്കണമെന്നില്ലല്ലോ. BJP-യുടെ കയ്യിലുള്ള സീറ്റുകൾ BJP റീറ്റെയിൻ ചെയ്യണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. 4 ആയാലും 5 ആയാലും 6 ആയാലും BJP റീറ്റെയിൻ ചെയ്യണം. ഈ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ BJP-ക്ക് അവിടെ 6 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 10 BJP ഹാസ് ഡൺ ഇറ്റ്സ് ജോബ്. ചില എക്സാമ്പിൾ പറയാം. മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് യു പിയിൽ, ഒരു 24 എണ്ണം കണ്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ എങ്ങനെ ജയിക്കുക BJP? അവിടെ BJP ജയിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്നെ പറഞ്ഞല്ലോ, ജാർഖണ്ഡിൽ തന്നെ 15% ഉണ്ടായിരുന്ന മുസ്ലിം പോപ്പുലേഷൻ ഇപ്പൊ 40%. ഒരു 40% വന്നു കഴിഞ്ഞാൽ ഒരു ട്രൈ പാർട്ടി കോൺടെസ്റ്റ്, 3 പാർട്ടികൾ തമ്മിൽ കോൺടെസ്റ്റ് ചെയ്യുമ്പോൾ അത് മുസ്ലിം അടിച്ചു പോകും, മുസ്ലിംകാർ ജയിച്ചു പോകും പാർട്ടി. അത് നമ്മൾ ബോംബെയിൽ, മുംബൈയിൽ കണ്ടതാണ്. മഹാരാഷ്ട്രയിൽ കുറെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ലാസ്റ്റ് റൗണ്ട് വരെ ലീഡ് ചെയ്യുന്ന BJP തോറ്റു. രാജീവ് ചന്ദ്രശേഖർ ഓഫ്കോഴ്സ് മുസ്ലിം അല്ല, തിരുവനന്തപുരം, എന്നാലും പറയാം ലാസ്റ്റ് റൗണ്ട് ഒരു 2 റൗണ്ട് വരെ ലീഡ് ചെയ്യുന്ന ആള് തോറ്റു. അതൊരു കാരണമുണ്ട്. ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി BJP-ക്ക് വോട്ട് ചെയ്യില്ല, എന്ത് വേണം ചെയ്തോ. അതിൽ ഞാൻ നമ്മുടെ സുവേന്ദു അധികാരിയുടെ കൂടെ സപ്പോർട്ട് ഞാൻ തന്നെ പറഞ്ഞു. മോദിജിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് നിർത്തണം, അതിന്റെ ആവശ്യമില്ല, അത് വേണ്ട. എന്താ പറയുക, അവർ വോട്ട് ചെയ്യില്ല. നിങ്ങൾ അവർക്ക് 260 വീടുകൾ കൊടുത്തിട്ട് 540 വോട്ടുള്ള ഒരു ബൂത്തിൽ നിന്ന് ഒറ്റ വോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ എന്തിനാണ് ഈ സബ്കാ സാത്ത് സബ്കാ വികാസ്? അറ്റ്ലീസ്റ്റ് ഹിന്ദുക്കളെ നോക്കും. നിങ്ങൾ നുപുർ ശർമ്മമായുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമോ, രാജാസിംഗനുമായുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഹിന്ദുക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അതാണ് ഇപ്രാവശ്യം UP-യിൽ കൈവിട്ടു പോയത്. നിങ്ങൾ നിങ്ങളുടെ കോർ അജണ്ടയിൽ നിന്ന് മാറിപ്പോയി. അതാണ് BJP ചെയ്തത്. അപ്പൊ ഈ ഇലക്ഷനിലും ഈ വരാൻ പോകുന്ന ബൈ ഇലക്ഷനിലും യോഗി ആദിത്യനാഥ് ഡെഫിനറ്റ് ആയിട്ട് അങ്ങേരെ ഉള്ള പവർ എല്ലാം എടുത്ത് അങ്ങേര് ചെയ്യുവാൻ BJP-ക്ക് മനസ്സിലായി. BJP സെൻട്രൽ ലീഡർഷിപ്പിന് ഈ പ്രാവശ്യം അവർക്ക് ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് കിട്ടി. യോഗി ആദിത്യനാഥ് റെക്കമെൻഡ് ചെയ്ത കാൻഡിഡേറ്റിന് മാത്രമേ ടിക്കറ്റ് കൊടുക്കാൻ പാടൂ, അല്ലെങ്കിൽ അവർ തോൽക്കും. ബിക്കോസ് യോഗി ആദിത്യനാഥിന്റെ അടുത്ത് ഇന്റലിജൻസ് ഉണ്ട്, അതിന്റെ സെറ്റപ്പ് ഉണ്ട്, അങ്ങേരെ സർവേകൾ ഉണ്ട്, അങ്ങേർക്ക് അറിയാം അവിടെ എന്താ നടക്കണേ, ഏത് കാൻഡിഡേറ്റ് ജയിക്കാൻ പറ്റുക. അപ്പൊ അന്ന് തന്ന 36 പേരെ ലിസ്റ്റ് നിങ്ങൾ എടുത്തില്ല, അതിൽ 35 പേര് തോറ്റു. അതാണ് ഉണ്ടായത്. അപ്പൊ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് BJP-ക്ക് ഒരു 4-6 സീറ്റ് കിട്ടിയാലും BJP-ക്ക് നല്ലൊരു ക്രെഡിറ്റ് ഇതിലെടുക്കാൻ പറ്റും. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. ഇനി യോഗി ആദിത്യനാഥിന്റെ പവർ ഒന്ന് അറിയണമെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥിനെ മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പോരാത്ത ഇനി കഴിഞ്ഞ ദിവസം വന്ന ഒരു സർവേ ഫലത്തിൽ യോഗിക്ക് 80% പിന്തുണ UP-യിലെ ജനങ്ങളുടേത് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബുൾഡോസർ ബാബയെ അത്ര പെട്ടെന്നൊന്നും ഉത്തർപ്രദേശിൽ BJP-യിൽ നിന്നും പറിച്ചു മാറ്റാനായിട്ട് സാധിക്കില്ല. എങ്കിൽ BJP-ക്ക് അവിടെ തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഭാവിയിൽ പ്രധാനമന്ത്രി സ്ഥാനം വരെ ലഭിക്കാവുന്ന, അല്ലെങ്കിൽ അതുവരെ ഉന്നം വയ്ക്കുന്ന യോഗി ആദിത്യനാഥിനെ മാറ്റുക എളുപ്പമല്ല എന്നാണ് പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമസ്കാരം, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.